ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വാസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോണത് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. കുക്കർ ചിക്കനാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ഞാൻ ഇതുപോലൊരു ചിക്കൻ എടുത്തിട്ടുണ്ട് ഫുള്ള്. ഇനി നമുക്ക് ഇതിനൊന്ന് വരഞ്ഞു കൊടുക്കാം ഫുള്ളായിട്ട് കേട്ടോ. ഇത് നന്നായി വരഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ മസാലകളൊക്കെ ഇതിൽ നന്നായി പിടിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരഞ്ഞു കൊടുക്കാം. ആദ്യമായിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. എങ്ങനെയാണെന്ന് അറിയില്ല, ശരിയാണെന്നാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ സ്ഥലത്തും നമുക്ക് നന്നായി വരഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാം വരഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അതിലേക്കുള്ള മസാലകൾ ശരിയാക്കാം. ആദ്യം നമ്മൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാണ്. ഇനി അതിലേക്ക് മുളക് പൊടി എരിവിന് ആവശ്യത്തിന് ഇടാം. അപ്പോൾ എരിവ് നോക്കിയിട്ട് നിങ്ങളുടെ മുളക് പൊടി എരിവുള്ളതാണ് വെച്ചാൽ അതിനനുസരിച്ച് ഇടാം. ഞാനിവിടെ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്, ഒരു 2.5 എടുക്കാം. പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതിൽ കൂടെ ഞാൻ 2 കതിര് വേപ്പിലയും കൂടി ഇട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് അടുത്തത് ചേർക്കുന്നത്. നല്ല പേസ്റ്റാക്കി അരച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഇടാം കേട്ടോ. 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലോട്ട് 1 സ്പൂൺ വിനാഗിരി, ലെമൺ ജ്യൂസ് ഉണ്ടെങ്കിൽ അതൊഴിക്കാം, അല്ലെങ്കിൽ വിനാഗിരി ഒഴിക്കാം. ഞാനിതിലേക്ക് ഒരു കൂട്ടും കൂടി മറന്നുപോയേ, 1 സ്പൂണ് ഗരം മസാലയും കൂടി ഇടണം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇത് കൂട്ട് ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് ഇതുമ്മേ തേച്ച് കൊടുക്കാം കേട്ടോ. ചിക്കനിൽ നന്നായി പിടിക്കത്തക്ക രീതിയിൽ തേച്ച് കൊടുക്കണം. അതിൻ്റെ നമ്മൾ വരഞ്ഞിട്ടുള്ള വരകളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ നന്നായി തേച്ച് കൊടുക്കുക. ഇതൊരു 3-4 മണിക്കൂർ, എത്ര സമയം ഇത് പുരട്ടിയിട്ട് വെക്കാൻ പറ്റുന്ന അത്രയും സമയം വെക്കുകയാണെങ്കിൽ ഇതിന് അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. ഞാനിപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞിട്ടൊരു 4 മണിക്കൂർ ഇതിനെ വെക്കുക. ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ പെട്ടെന്ന് ഇതിലേക്ക് എല്ലാം നന്നായിട്ട് പിടിക്കും. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെക്കണം. ഇതിനെല്ലായിടത്തും ഫുള്ളായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. എല്ലായിടത്തും തേച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് മസാല ഒന്നും ബാക്കി വരുത്തണ്ട. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. എല്ലായിടത്തും തേച്ചിട്ടുണ്ട് കണ്ട. ഒരു സ്ഥലം പോലും വിടരുത്, എല്ലായിടത്തും നന്നായിട്ട് തേക്കണം. എന്നാലേ നമ്മുടെ അതിൽ നന്നായിട്ട് പിടിക്കുള്ളൂ കേട്ടോ. കണ്ടില്ലേ, എല്ലായിടത്തും ഇതേപോലെ ഞാൻ ഫുള്ളായിട്ട്, അത് ബാക്കിയൊന്നുമില്ല, ഫുള്ള് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തേച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഉള്ളിലേക്കൊക്കെ നന്നായി തേച്ച് കൊടുക്കുക. ഇനി നമുക്കിതിന് ഒരു 3-4 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഞാൻ ഈ 2 കാലുണ്ടല്ലോ, അത് ഞാൻ ആ വാഴയുടെ നാര് കൊണ്ട് ഇതിനെ കെട്ടിയേക്കാണ്. പിന്നെ അതിൻ്റെ ഇത് ഇവിടുത്തെ ഈ സൈഡിൽ പിടിച്ചിട്ട് ഇതിനെ കെട്ടിയിട്ടുണ്ട്. അത് ചിലപ്പോൾ വേവുമ്പോൾ ഇതിനെ പറഞ്ഞ് പോരാണ്ടിരിക്കുക. ഇനി നമുക്ക് കുക്കർ എടുത്തിട്ട്, ഇവിടെ വലിയ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫുള്ളായിട്ട് അതിൽ കയറണമെന്നുണ്ടെങ്കിൽ വലിയ കുക്കർ വേണം. അപ്പോൾ വലിയ കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ലെയർ ഉപ്പിട്ട് കൊടുക്കുകയാണ്. കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പിട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കല്ലുപ്പില്ല, അപ്പോൾ ഞാൻ പൊടിപ്പാണ് ഇടുന്നത്. ഒരു ഇത്തിരി തിക്കായിട്ട് തന്നെ ഇരുന്നോട്ടെ. എന്നിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു ഇലക്കഷ്ണം വെച്ച് കൊടുക്കാം. ആ ഉപ്പിട്ടതിൻ്റെ മേലേക്ക് കേട്ടോ, മേലെ ഒരു ഇലയുടെ കഷ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. കുക്കറിൻ്റെ അതേപോലെ കുക്കർ എടുക്കുമ്പോൾ അതിൻ്റെ അടപ്പിലത്തെ മറ്റേ ഈ വിസിലുണ്ടല്ലോ ഇത് ഊരി വയ്ക്കണം. ഇത് കുക്കർ ഒരു 5 മിനിറ്റ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടായിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് ഈ ചിക്കനെ നമുക്ക് ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. അതിന് മുന്നേ സൈഡിൽ നമുക്ക് ഇലകൾ വയ്ക്കാം. വാഴയുടെ ഇല വയ്ക്കാം കേട്ടോ സൈഡിൽ. അത് സൈഡിൽ മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ സൈഡിലും കൂടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം നമുക്ക്. സൈഡിൽ വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് കവർ ചെയ്യാം സൈഡ്, അല്ലെങ്കിൽ കരിയും അതുകൊണ്ട്. അപ്പോൾ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ചിക്കനെ ഇറക്കി വെച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് ഞാൻ ഇതിപ്പോൾ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടച്ച് നമുക്ക് ഒരു 3/4 മണിക്കൂർ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എന്താവും എന്നറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യണത്. അപ്പോൾ ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് തുറന്നപ്പോൾ തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെയല്ല, ശരിയായിട്ടുണ്ട്. നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇനിയിപ്പോൾ അതിൻ്റെ ആ കെട്ട് നമുക്ക് അഴിച്ചെടുക്കാം. ഞാൻ ആകെ പേടിച്ചിരിക്കുകയായിരുന്നത് വേവ്. ഇത് അടിയൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ടിത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി വെന്ത് എല്ലാം അതിൻ്റെ മസാലയും ഇതെല്ലാം അതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഇത് കഴിച്ചപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. അത് തുറക്കുമ്പോൾ തന്നെ. അപ്പോൾ അത് നൂല് കഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇതൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി അതിൻ്റെ ആവിയാണ് ഈ പോണത്. നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് ഇത് സോസും മയണൈസും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.